ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു വാനില കേക്കാണ്, ക്രീം കേക്കാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രീം കേക്കാണ്, വാനില ക്രീം കേക്കാണ്. നമുക്ക് നോക്കാം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമ്മൾ 4 എഗ്ഗ് എടുക്കണം. അതിൻ്റെ വൈറ്റും യോക്കും രണ്ടായി സെപ്പറേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ മുട്ടയുടെ വൈറ്റ് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് ഞാൻ 3/4 കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെ ചേർത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ എഗ്ഗിൻ്റെ യോക്ക് ഓരോന്നായിട്ട് ചേർത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഓരോന്നായിട്ട് ചേർക്കുക. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തുകൊണ്ട് വീണ്ടും ബീറ്റ് ചെയ്യാണ്. മുട്ടയുടെ മണം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. ഇനി നിങ്ങളുടെ കയ്യിൽ പൈനാപ്പിൾ എസൻസ് ഉണ്ടെങ്കിൽ അതൊരു 2-3 തുള്ളി ചേർക്കുന്നത് നല്ലതാണ്, കൂടി പോവരുത്. എന്നിട്ട് വീണ്ടും നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബേക്കിംഗ് ട്രേ റെഡിയാക്കി എടുക്കുക. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ബട്ടർ പേപ്പർ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും കുറച്ച് ഓയിൽ തടവി കൊടുത്താൽ നമ്മുടെ ബേക്കിംഗ് ടിൻ റെഡിയായി. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചു വെക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദയും അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നന്നായി അരിച്ച് വെക്കണം. 1-2 പ്രാവശ്യം വേണമെങ്കിൽ അരിച്ചെടുക്കാം. അരിച്ചെടുക്കുന്നത് നല്ലതാണ്. ഇനി ഞാൻ ബീറ്റ് ചെയ്ത എഗ്ഗ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. കുറച്ച് വലിയ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്ത എഗ്ഗിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുക. ഓവറായിട്ട് ഇളക്കി കൊടുക്കരുത്, നമ്മുടെ കേക്ക് പൊന്തി വരില്ല. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് മിൽക്കും 1/4 കപ്പ് ഓയിലും മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി ബാക്കിയുള്ള
മൈദ നമുക്ക് ചേർത്ത് കൊടുത്ത് വീണ്ടും ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ബേക്ക് ചെയ്യാം. ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചിട്ട് നമുക്കൊന്ന് തട്ടി കൊടുക്കാം. ഇനി ബേക്ക് ചെയ്യാം. ഞാൻ 180 ഡിഗ്രിയിൽ 35 മുതൽ 40 മിനിറ്റ് വരെയാണ് ബേക്ക് ചെയ്തത്. കേക്ക് ആയിട്ടുണ്ട്, നല്ലോണം ബേക്കായി വന്നിട്ടുണ്ട്. നമുക്കൊരു സ്ക്വയർ ഉപയോഗിച്ചിട്ട് കുത്തി നോക്കാം. ഇനി കേക്ക് പാനിൽ നിന്ന് കേക്ക് മാറ്റാം. കേക്ക് നല്ലോണം തണുത്തിട്ട് വേണം കേക്ക് മാറ്റാൻ. നമ്മൾ അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന ബേക്കിംഗ് പേപ്പർ മാറ്റിയെടുക്കാം. നല്ല കേക്കാണ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. ഞാനിവിടെ കേക്ക് 3 ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്, 3 ലെയറായിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ലെയറായിട്ടും ചെയ്യാം. ഇനി ഞാൻ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുകയാണ്. വിപ്പിംഗ് ക്രീം ഞാനിവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതിന് ആദ്യം നമ്മൾ ബീറ്റ് ചെയ്യുന്ന വിസ്കും ബൗളും നന്നായി തണുപ്പിച്ചെടുക്കണം ഫ്രിഡ്ജിൽ വെച്ചിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ ഷുഗർ പൗഡർ ചേർത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വിപ്പിംഗ് ക്രീം. ഇനി കേക്ക് ഐസിങ് ചെയ്തെടുക്കുക. നമ്മൾ ഒരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. ഞാൻ റൊട്ടേറ്റിംഗ് ടേബിളിൻ്റെ മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്കൊരു ലെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്യുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ചെറിയോ ചോക്ലേറ്റോ എന്ത് വേണമെങ്കിലും ഫില്ല് ചെയ്യാം. ഞാൻ ഒന്നും ഫില്ല് ചെയ്യുന്നില്ല. ഇനി അടുത്ത ലെയർ വെച്ച് കൊടുക്കുക. പിന്നെ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ അടുത്ത ലെയർ വെച്ച് വീണ്ടും ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ക്രീം ഉപയോഗിച്ചിട്ട് മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്തെടുക്കുക. കേക്ക് കവർ ചെയ്തെടുക്കണം.
ഇപ്പം നമ്മുടെ കേക്ക് മൊത്തത്തിൽ കവർ ചെയ്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട്, മാക്സിമം പെർഫെക്റ്റായിട്ട് ചെയ്യാൻ നോക്കുക, സ്മൂത്തായിട്ട് ചെയ്യാൻ നോക്കുക. ഇനി ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരിത്തിരി റെഡ് കളർ ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക. ഞാനിത് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ആ വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ട് ഞാനിവിടെ സ്റ്റാർ നോസിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിവിടെ റോസസ് വരച്ചു കൊടുക്കുകയാണ്. അടുത്തത് ഞാൻ അതിൻ്റെ സൈഡിൽ ഒരു ഡിസൈൻ കൊടുക്കുകയാണ്. ഈ നോസിലാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ ഡോൾ കേക്കൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നോസിലാണ്. ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം ഞാൻ എങ്ങനെ ഡിസൈൻ ചെയ്യുന്നത് എന്ന്. ഇനി ഞാൻ ലേസ് വരച്ചതിൻ്റെ സൈഡിലൂടെ ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. അതിന് ഞാൻ റൗണ്ടിലുള്ള ചെറിയ നോസിലെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഡിസൈൻ ചെയ്ത് തുടങ്ങാം. നമ്മൾ കേക്ക് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.